പെർമിറ്റ് ലംഘിച്ച് തമിഴ്നാട് പാട്ടവയലിലേക്ക് ബത്തേരിയിൽ നിന്ന് സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകളെ തടയുമെന്ന് കെഎസ്ആർടിസി സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വകുപ്പ് മന്ത്രിയടക്കം വിവിധ വകുപ്പുകളിലും തമിഴ്നാട് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്നും ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസി ജീവനക്കാരെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായും നേതാക്കൾ ആരോപിച്ചു. സുൽത്താൻ ബത്തേരിയിൽ നിന്നും തമിഴ്നാട് പാട്ടവയലിലേക്ക് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് കെഎസ്ആർടിസി സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾക്ക് സ്റ്റേറ്റ് ബോർഡ് നൂൽപ്പുഴ പഞ്ചായത്ത് അതിർത്തി വരെയാണ് പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നതെന്നും എന്നാൽ ഇത് ലംഘിച്ച് 2 കിലോമീറ്ററുകൾ അപ്പുറമുള്ള പാട്ടവയലിലേക്ക് സർവീസ് നടത്തുകയാണ് ചെയ്യുന്നതെന്നും നേതാക്കൾ ആരോപിക്കുന്നു. വയനാട് ജില്ലാ കളക്ടർ, SP, DYSP, CI, SI അടക്കമുള്ള ആളുകൾക്ക് എവിടെയൊക്കെയാണോ പരാതി കൊടുക്കേണ്ടത് അവിടെയെല്ലാം രേഖാമൂലം വീണ്ടും ഞങ്ങൾ പരാതി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് കണ്ണടച്ച് ഇരട്ടാക്കാനുള്ള മനോഭാവമാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും പാട്ടവയൽ ബോർഡ് വെച്ച് ഈ ബസ്സിനെ ഓടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ജീവനക്കാരുടെ ജീവിത പ്രശ്നമാണിത്. 5 ബസ്സുകൾ നിർത്താൻ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിർത്തുന്നതിന് ഓർഡർ വന്നിരിക്കുകയാണ് നൂൽപ്പുഴ റൂട്ടിൽ. അതുപോലെ തന്നെ ഇനി ബസ് നിർത്താൻ ഓർഡർ വരില്ല എന്ന് പറയാൻ പറ്റില്ല. 5 ബസ് നിന്നാൽ 25ഓളം ജീവനക്കാരുടെ ജോലി ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ തടയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതുകാരണം അരനൂറ്റാണ്ടായി കെഎസ്ആർടിസി നടത്തുന്ന സർവീസുകൾ നഷ്ടത്തിലാണ്. ഇനിയും ഇത് തുടർന്നാൽ സർവീസ് തന്നെ നിർത്തിവെക്കേണ്ട അവസ്ഥയാണെന്നും ഇത് തൊഴിൽ നഷ്ടത്തിന് കാരണമാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വാക്കേറ്റവും കയ്യേറ്റവും നടന്നതായും കെഎസ്ആർടിസി ജീവനക്കാർക്ക് പരിക്കേറ്റതായും ഇവർ ആരോപിച്ചു. കെഎസ്ആർടിസി ജീവനക്കാർക്ക് നിർഭയമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം അധികൃതർ ഒരുക്കണം. അല്ലാത്തപക്ഷം പാട്ടവയൽ ബോർഡ് വെച്ച് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയാൽ തടയുമെന്നും സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ബത്തേരി.